രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുഞ്ഞിനും ഒരേ ദുഃഖമാണ്. ഒരു വികാരത്തെയും വില കുറച്ച് കാണരുത്. കൊച്ചു കുഞ്ഞുങ്ങളെ കളിയായി വഴക്കു പറഞ്ഞും പേടിപ്പിച്ചും കരയിപ്പിക്കുന്നവർ ഓർക്കണം, അവരുടെ ആത്മവിശ്വാസത്തെയാണ് നാം തകർത്തു കളയുന്നത്. നമ്മൾ തമാശയെന്ന് കരുതി പറയുകയോ ചെയ്യുകയോ ചെയ്യുന്ന ഏതെങ്കിലും കാര്യം മറ്റൊരാളെ വിഷമിപ്പിക്കുന്നുവെങ്കിൽ ആ പ്രവൃത്തി തെറ്റ് തന്നെയാണ്. കൊച്ചു കുട്ടിയോടാണെങ്കിലും തമാശക്കാണെങ്കിലും അത് അങ്ങനെ തന്നെ. തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന നിസ്സഹായാവസ്ഥയാണ് ദുഷ്ടബുദ്ധിയോടെ അല്ലെങ്കിലും നാം ചൂഷണം ചെയ്യുന്നത്. ഗർഭാവസ്ഥയിലെ അമ്മയുടെ മനോവ്യാപാരങ്ങൾ വരെ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ബുദ്ധിയുറച്ചു വരുന്ന കാലയളവിലെ പേടിപ്പിക്കലും അപമാനിക്കലും ബാധിക്കാതിരിക്കുമോ? തീർച്ചയായും ബാധിക്കും. കുട്ടികളെ കളിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളൊക്കെ അത് ചെയ്തിട്ടുണ്ടാകും. ആത്മാർത്ഥമായി മാപ്പ് പറയുക, ആവർത്തിക്കാതിരിക്കുക. മാപ്പ് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായത്തിൽ കുട്ടി എത്തിയിട്ടില്ലെങ്കിൽ കൂടുതൽ സ്നേഹവും പരിഗണനയും നൽകി പ്രായശ്ചിത്തം ചെയ്യുക. കുട്ടിയാണെങ്കിലും അതൊരു വ്യക്തിയാണെന്ന് മറക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു ഒരു കുടുംബത്തെ ഇഷ്ടപ്പെട്ടാൽ കാര്യങ്ങൾ എല്ലാം ലളിതമായും സ്നേഹത്തോടുകൂടിയും കൈകാര്യം ചെയ്യാൻ അവർക്ക് ദയയും വാത്സല്യവും പ്രദാനം ചെയ്യും.